വിശുദ്ധ ശനിയാഴ്ച അല്ലെങ്കിൽ ദുഃഖശനി ഒരു നിശബ്ദതയുടെ ദിവസം മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ നിലപാടുകൾ അളക്കുന്നൊരു ദിവസം, നമ്മുടെ വിശ്വാസത്തിന് ആഴം മനസ്സിലാകുന്നൊരു ദിവസം. യഥാർത്ഥ വിശ്വാസികൾക്ക് ഇതൊരു പ്രതീക്ഷയുടെ ദിവസമാണ്. കർത്താവിൻ്റെ മരണത്തിന് ശേഷം അവിടുത്തെ ഉത്ഥാനത്തെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നൊരു ദിവസം. എന്നാൽ എല്ലാവർക്കും ഇത് അതുപോലെയല്ല. ചില ആൾക്കാർക്ക് ഇതൊരു നിരാശയുടെ ദിവസമാണ്. മരണത്തിന് ശേഷം കർത്താവ് ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കുകയില്ല എന്നാണ് അവരുടെ വിശ്വാസം. കല്ലറയിലാണ് അവരുടെ ഈ കഥ അവസാനിക്കുന്നത്. മറ്റു ചിലർക്കോ ഇതൊരു അവ്യക്തതയുടെ ദിവസമാണ്. അവർ ഇതെല്ലാം സത്യമാണോ, ഈശോ സത്യമായി ഉയർത്തെഴുന്നേൽക്കോ എന്നൊക്കെ ഒരു സംശയത്തിൽ കുടുങ്ങിപ്പോകുന്നൊരു ദിവസം. നമുക്ക് ഈ മൂന്നവസ്ഥയും പരിചിതമാണ്: വിശ്വാസം, സംശയം, ആശയക്കുഴപ്പം. നമ്മൾ ഏതവസ്ഥയിലായാലും നമ്മൾ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി: കർത്താവിൻ്റെ ഈ നിശബ്ദയുടെ പിന്നിൽ അവിടുത്തെ അഭാവമല്ല, എന്നാലോ അവിടുന്ന് ഒരു മഹത്വമായൊരു പാത ഒരുക്കുന്നു. നമ്മുടെ വിശ്വാസ ചെവികളിലൂടെ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ അവിടുത്തെ ഒരുക്കത്തിൻ്റെ ഒരു മാറ്റിൽ നമുക്ക് കേൾക്കാം. നമ്മൾ ഏതവസ്ഥയിലായാലും ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാകണം: ഇതിവിടുന്ന് അവസാനിക്കുന്നില്ല. വെളിച്ചം പ്രകാശത്തെ മാറ്റുന്നു, ഉയർപ്പ് ഇതാ വരുന്നു, ജീവൻ ഇതാ ഉദിക്കുന്നു. ആമേൻ.